ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് ഒരു ബോൾ ആകൃതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ കഷ്ണം എടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ പഴയ നെറ്റിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതിയേ. ഇതുപോലത്തെ ഒക്കെ നെറ്റ് നമ്മൾ വെറുതെ കളയാറുണ്ടല്ലോ, അതിൽ നിന്നും ഒരു കഷ്ണം മുറിച്ച് എടുത്താലും മതിയേ. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് ഇതുപോലെ മടക്കിയെടുക്കാവേ. ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ നമുക്ക് പിടിച്ച ശേഷം ഒരു കയറെടുത്ത് ഇത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാവേ. മണി പ്ലാന്റിനെ ബോൾ ആകൃതിയിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ മണി പ്ലാന്റ് മരമായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ചെക്ക് ചെയ്താൽ കാണാവേ. ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കണേ ടൈറ്റായിട്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പം ഏകദേശം ഒരു ബോള് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ്. ഞാനൊരു പൊട്ടിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള ഒരു പൊട്ടിയ ചട്ടി എടുത്താലും മതിയേ. അതൊന്നും ഇതിൽ കാണുകയില്ലേ. ഇത് വളർന്നു വരുമ്പോഴേ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബോൾ കമിഴ്ത്തി വെച്ച പോലെ തന്നെയാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മണി പ്ലാന്റ്സ് കട്ടിങ്സ് ആണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ മണി പ്ലാന്റ് കട്ടിങ്ങുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. കുറച്ചേറെ മണി പ്ലാന്റ് കട്ടിങ്സ് നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയേ. വലിയ നീളമുള്ള കഷ്ണങ്ങൾ വേണ്ടേ. ശേഷം ഇതുപോലെ ഒരു കത്രിക വെച്ച് ഓട്ടയാക്കിയ ശേഷം ഓരോ മണി പ്ലാന്റിനെയും ഇതിലോട്ട് കുത്തി കൊടുക്കാവേ. എൻ്റെ മണി പ്ലാന്റ് കുറച്ച് വലിയ ലീഫുള്ള മണി പ്ലാന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ വ്യത്യസ്തമായ മണി പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവേ. ഇതിപ്പം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല, ആരും സ്കിപ്പ് ചെയ്തു പോകല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണേ. ഇതുപോലെ വെക്കുന്നവർക്ക് വേണമെങ്കിൽ വെക്കാം. എങ്കിലും ഒന്നും കൂടി ബോൾ ഷേപ്പ് വരണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് കിളുത്ത് വരണേ. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ലീഫിൻ്റെ ആവശ്യമില്ലേ. വലിയ ലീഫാകുമ്പോൾ ഒരു ഭംഗിയില്ല. ഇത് കിളുത്ത് വരുന്ന കാണുമ്പോൾ നല്ല ബോൾ ഷേപ്പിൽ വന്നോളുവേ. ഇതുപോലെ മുഴുവനും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീളമുള്ള കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇതിനെയും വളർന്നു വരുമ്പോൾ നല്ല ബോൾ ഷേപ്പിൽ ആയിക്കോളുവേ. അപ്ഡേറ്റ്സ് ഞാൻ പിന്നെ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇടാവേ. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.